ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കാൻ പോകുന്നത് ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ്. ഓക്കെ, എന്താ ഈ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ട് വരുന്നൊരു ചേഞ്ചാണ്. അത് നമ്മുടെ ബിഹേവിയറിലോ നോളജിലോ സ്കില്ലിലോ വരും. പക്ഷെ അതങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തോ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് പ്രാക്ടീസ്, ഡെയിലി ഉള്ള പ്രാക്ടീസോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ കാരണം നമ്മുടെ ബിഹേവിയറിലോ സ്കില്ലിലോ നോളജിലോ ഉണ്ടാകുന്ന ഒരു റിലേറ്റീവായിട്ടുള്ള പെർമനൻറ്റ് ചേഞ്ചാണ് ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ടിൽ ഡെത്ത്, മരണം വരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇയൽ തോൺടൈക്ക്, ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ ഡെഫിനിഷൻ നോക്കാം. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഫോമിങ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ഈ അപ്പൂപ്പൻ പറയുന്നത് ഇങ്ങനെയാണ്: ലേണിംഗ് എന്ന് പറയുന്നത് എന്തോ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഫോം ചെയ്യുന്നൊരു പ്രോസസ്സാണ്. എന്താണത്? സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ് തമ്മിൽ, ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ് തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ: എ സ്റ്റുഡൻറ്റ് ഹു പ്രാക്ടീസ് മാത്തമാറ്റിക്സ് ഡെയിലി ഗ്രാജുവലി ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. അത് പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ഡെയിലി മാത്സ് പഠിക്കുന്നവരാണെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എബിലിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സാമിന് പെട്ടെന്ന് സ്റ്റെപ്സ് എഴുതാനും ഫോർമുലാസ് അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ലേണിംഗ് നോക്കാം. മോട്ടോർ ലേണിംഗ്, അതായത് നമ്മുടെ മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ലേണിംഗ് ആണ്. എക്സാമ്പിൾ: ലേണിംഗ് ടു റൈഡ് എ ബൈസൈക്കിൾ ഓർ ഡാൻസ് സ്റ്റെപ്പ്. ബൈസൈക്കിൾ റൈഡ് ചെയ്യുക, കൈയും കാലും, പിന്നെ ഡാൻസ് സ്റ്റെപ്സ്, കൈ കാല്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അപ്പം മൊത്തത്തിൽ നമ്മളുടെ ഒരു മോട്ടോർ സ്കിൽസ് എല്ലാം അവിടെ വരുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. അതാണ് ഈ മോട്ടോർ ലേണിംഗ് എന്ന് പറയുന്നത്. വെർബൽ ലേണിംഗ്, വെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ്, ലാംഗ്വേജസ്, അതൊക്കെ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ലേണിംഗ്. മെമ്മറൈസ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് പോയം. നിങ്ങൾ പണ്ട് പഠിച്ച പോയം അല്ലെങ്കിൽ പോയംസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് കോമ്പറ്റീഷനൊക്കെ പോയം പറയുന്നു, പിന്നെ മെമ്മറൈസ് ചെയ്യുന്നു സൈക്കോളജിയുടെ ഡെഫിനിഷൻസൊക്കെ. നിങ്ങൾ പഠിച്ച പോയം ഓർമ്മയുണ്ടോ? പണ്ട് പഠിച്ച ഏതെങ്കിലും? ഞാൻ പഠിച്ച ഒരെണ്ണം എനിക്ക് ഓർമ്മയുള്ളൂ, അതും കുറച്ച്. ഏതാണെന്നറിയാമോ? കദളീവനം ഇല്ലേ, കല്യാണ സൗഗന്ധികം. പച്ചക്കദളിക്കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നിന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു നീ ദാനിച്ച ദിക്കുന്നു മാലോവരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ. ഇനിയുണ്ട്, ഞാൻ മറന്നുപോയി. കോൺസെപ്റ്റ് ലേണിംഗ്, അതായത് ലേണിംഗ് ടു ക്ലാസിഫൈ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് ബേസ്ഡ് ഓൺ കോമൺ പ്രോപ്പർട്ടീസ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ആ ഡെഫിനിഷൻ്റെ മെയിൻ ടേംസ് എന്താണ്, കീ ടേംസ് എന്താണ്, അതുപോലെ തന്നെ എക്സാമ്പിൾ വെച്ച് ആ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ കീ ടേംസ് പഠിക്കണം, പ്ലസ് ഡെഫിനിഷൻസിൻ്റെ താഴെ എക്സാമ്പിൾസും കൂടെ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ഇൻ സൈക്കോളജി. സൈക്കോളജിയിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. സെൻസറി ലേണിംഗ്, ലേണിംഗ് ത്രൂ സെൻസറി എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് സെൻസറി ലേണിംഗ്. റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് മ്യൂസിക്കൽ സൗണ്ട് ഓഫ് കളേഴ്സ്. പല കളേഴ്സുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. അവിടെ ഏത് സെൻസ് ഓർഗൻ യൂസ് ചെയ്യുന്നു? കണ്ണ്, ഐ. പിന്നെ മ്യൂസിക്കൽ സൗണ്ട്സ്, ഇപ്പോൾ ഒരു പാട്ട് അഴകിയ ലൈല ടു 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 ടു, ഏതാ? നമ്മുടെ ചെവി, ഇയർ. ഓക്കെ, അടുത്ത ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, അതായത് ലേണിംഗ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമിലർ സ്റ്റിമുലൈ. ഒരേപോലെയുള്ള ഒരു സ്റ്റിമുലൈ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
ബിറ്റ്വീൻ സിമിലർ സൈക്കോളജിക്കൽ ടേം ലൈക്ക് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്. ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക, ലേൺ ചെയ്യുക. അതാണ് ഈ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്ത ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നോക്കാം. അതായത് ലേണിങ്ങിനെ എവിടെയൊക്കെയോ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്താണെന്ന് നോക്കാം നമുക്ക്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് റെഫേഴ്സ് ടു ഇൻഫ്ലുവൻസ് ഓഫ് പ്രീവിയസ്ലി ലേൺഡ് നോളജ് ഓർ സ്കിൽ ഓൺ ദ ലേണിംഗ് ഓർ പെർഫോമൻസ് ഓഫ് ന്യൂ ടാസ്ക്. അതായത് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിന് 3 ടൈപ്പ് ഉണ്ട് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പോസിറ്റീവ് ട്രാൻസ്ഫർ, അതായത് പ്രീവിയസ്ലി ലേൺ ചെയ്ത കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സെമസ്റ്റർ 6ൻ്റെ പ്രോജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇനി നിങ്ങൾ റിസർച്ച് വർക്കിനായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് ഈ സ്റ്റാറ്റ് ഉപയോഗിക്കാൻ പറ്റും. നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ലേൺ ചെയ്ത കാര്യങ്ങളും പുതുതായിട്ട് പഠിച്ച കാര്യങ്ങളും തമ്മിലൊരു ഇൻ്റർഫിയർ ഉണ്ടാകും. അവിടെ എന്തോ ഒരു കുഴപ്പങ്ങൾ സംഭവിക്കും. അതായത് ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ വെൻ ഡ്രൈവിംഗ് എബ്രോഡ്. അതായത് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് സൈഡിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ, വലത്തെ വശം. എന്നാൽ നമ്മൾ ദുബായ്, വേറെ എവിടെയെങ്കിലും ദുബായ് എബ്രോഡിൽ പോയി, ദുബായിൽ. ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് ദുബായിൽ വരണം കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് സൈഡാണ്? ലെഫ്റ്റ് സൈഡ്. കേരളത്തിൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇടത്തെ വശത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അതങ്ങ് മാറും. അടുത്തത് സീറോ ട്രാൻസ്ഫർ. അതായത് മുമ്പ് പഠിച്ച കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു എഫക്റ്റോ ഒരു ഇൻ്റർഫിയറൻസോ ഒരു ഇൻഫ്ലുവൻസോ ഒന്നും കാണത്തില്ല. ലേണിംഗ് മ്യൂസിക് ഹാസ് നോ എഫക്റ്റ് ഓൺ ലേണിംഗ് കെമിസ്ട്രി ഇക്വേഷൻ. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ നിങ്ങൾ മ്യൂസിക്കും പഠിക്കുന്നു, തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ലേൺ ചെയ്യുന്നു, 2 കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. പക്ഷെ എന്തെങ്കിലും അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? മ്യൂസിക് പഠിക്കുന്നു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കെമിസ്ട്രി, ഒരു കണക്ഷൻസും വരുന്നില്ല. അതിനെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എങ്ങനെ നമ്മൾ ക്ലാസ് റൂമിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ടീച്ചിങ് കോൺസെപ്റ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് റോട്ട് ഫാക്ട്. ഫാക്ട്സ് പഠിപ്പിക്കുന്നതിന് പകരം കോൺസെപ്റ്റുകൾ പഠിപ്പിക്കാൻ നോക്കുക. എക്സാമ്പിളൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പഠിപ്പിക്കുക. ദെൻ റിലേറ്റിംഗ് ന്യൂ ലെസൺ ടു പ്രീവിയസ് നോളജ്. അതായത് നേരത്തെ പഠിച്ച കാര്യങ്ങളുമായിട്ട് പുതിയ കോൺസെപ്റ്റോ പുതിയ ലേണിംഗ് ഒക്കെ വരുമ്പം കണക്ട് ചെയ്തോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കുക. യൂസിങ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുക. എൻകറേജിങ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ലേണിംഗ് എൻകറേജ് ചെയ്യുക. റിവൈസിങ് റിക്വസൈറ്റ് നോളജ്. അതായത് നേരത്തെ പഠിച്ച കാര്യങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്തൊക്കെ പഠിക്കുമല്ലോ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അതുപോലെ നേരത്തെ പഠിച്ച കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നോളേജൊക്കെ കൂട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ആവും. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. ഓക്കെ, അത് നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിക്കുക, നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.